ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തലശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട ഇറച്ചിച്ചോറാണ് തയ്യാറാക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇറച്ചിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 750 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ ബീഫ് എടുക്കുമ്പോഴാണ് ഇറച്ചിച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 4 വലിയ ഉള്ളി സ്ലൈസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 തക്കാളി, 10 പച്ചമുളക് ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 250 ml 2 കപ്പ് വെള്ളം. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 12 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 12 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. എയറൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ നിന്ന്, ഈ ഒരു കറിയിൽ നിന്ന് ഈ ഒരു മസാല നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അങ്ങനെ മസാല ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ചോറിന് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇറച്ചിച്ചോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ RKGയും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3 കപ്പ് അളവിൽ ജീരകശാല അരി കഴുകി വൃത്തിയാക്കി ഊറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 3 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ 3 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, 3 ഏലം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ബൈ ലീഫ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല മാറ്റി വെച്ചിരുന്നല്ലോ, വെള്ളവും മസാലയും സെപ്പറേറ്റ് ആക്കിയത്, ആ മസാല ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ മസാല ഇടുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കറി ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 കപ്പ് റൈസ് എടുത്തത് കൊണ്ട് 6 കപ്പ് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വേണം. അപ്പോൾ ഞാൻ 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇറച്ചിൻ്റെ കറി ഒരു 3 കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കപ്പ് ചൂടുവെള്ളം. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കറിയിൽ നേരത്തെ നമ്മൾ ഉപ്പിട്ടിരുന്നു, അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം.
നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. വെള്ളം വറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നും വെന്തിട്ടില്ല, കുറച്ചും കൂടി വേകാൻ ബാക്കിയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിടിയോളം മല്ലിയില വിതറി കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചിച്ചോറ് വെന്തിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറച്ചിച്ചോറാണിത്. അങ്ങനെ നമ്മൾ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി പുതിയൊരു അടുത്ത നല്ല റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.